വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കത്തിന് തടയിടാൻ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച രാഹുലല്ല ഇപ്പോഴത്തെ രാഹുൽ എന്നാണ് മുതിർന്ന നേതാവ് വി.എസ്. വിജയരാഘവൻ പരസ്യമായി പ്രതികരിച്ചത്. പാലക്കാട് മത്സരിക്കാൻ ജില്ലയിൽ നല്ല നേതാക്കളുണ്ടെന്നും പുറത്തു നിന്നുള്ളവർ ഇനി മത്സരിക്കേണ്ടി വരില്ലെന്നും കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോൺഗ്രസിന് ജയം ഉറപ്പാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എസ്. വിജയരാഘവൻ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് വിജയരാഘവന്റെ പ്രതികരണവും ശ്രദ്ധിക്കപ്പെടുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന് പാലക്കാട് സീറ്റ് നൽകരുതെന്ന് നിലപാട് പറഞ്ഞ മുതിർന്ന നേതാവും കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ പി.ജെ. കുര്യൻ അച്ചടക്ക നടപടി പിൻവലിച്ചാൽ രാഹുലിന് മത്സരിക്കാമെന്ന് പിന്നീട് തിരുത്തിയത് പാർട്ടിയിലെ ആശയക്കുഴപ്പത്തിന് തെളിവാണ്. വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെയായിരുന്നു രാഹുലിന്റെയും പ്രതികരണം. പെരുന്നയിൽ കുര്യന്റെ കാതിൽ രാഹുൽ പറഞ്ഞ രഹസ്യം എന്താണെന്നത് വ്യക്തമല്ലെങ്കിലും തന്നെ ഉപദ്രവിച്ചാൽ തനിക്കും പലത് പറയേണ്ടി വരുമെന്ന ഭീഷണി കലർന്ന മുന്നറിയിപ്പിലാണ് മുതിർന്ന നേതാവ് നിലപാട് മാറ്റിയതെന്നാണ് കോൺഗ്രസിലെ അണിയറ വർത്തമാനം. പക്ഷേ രാഹുലും കുര്യനും ഈ ആരോപണം പരസ്യമായി തള്ളിയിരുന്നു. പാർട്ടിക്ക് പുറത്തായ രാഹുലിന് ഇനിയും സീറ്റുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചൊരു നോ പറയാൻ എ.ഐ.സി.സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് പോലും കഴിയുന്നില്ല. വിഷയത്തിൽ യു.ഡി.എഫ് കൺവീനറും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടിക്ക് പുറത്തായ ആളെ കുറിച്ചുള്ള ചർച്ച തന്നെ അനാവശ്യമെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. വി.ഡി. സതീശന് രാഹുലിനെതിരെ കടുത്ത നിലപാടില്ലെങ്കിലും ലൈംഗിക ആരോപണങ്ങളിൽ മേലുയർന്ന കേസുകളുടെ ഭാവി നോക്കിയ ശേഷം മാത്രം രാഹുലിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മതിയെന്ന അഭിപ്രായം പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട്. സീറ്റില്ലെന്ന് ഇപ്പോഴേ തറപ്പിച്ചു പറഞ്ഞാൽ സൈബർ ഇടപെടലിലൂടെ രാഹുൽ വാദികൾ നടത്തിയേക്കാവുന്ന ആക്രമണവും ഉറച്ച നിലപാട് പറയുന്നതിൽ നിന്ന് നേതാക്കളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് പണമില്ലെന്നും പാർട്ടിക്കായി തന്ത്രങ്ങൾ മെനയാൻ വലിയ PR ഏജൻസികളില്ലെന്നും സങ്കടം പറയുകയാണ് കെ.സി. വേണുഗോപാൽ. ദശകങ്ങളോളം രാജ്യം ഭരിച്ച പാർട്ടി സാമ്പത്തികമായും സംഘടനാപരമായും ദയനീയ അവസ്ഥയിലാണെന്നാണ് കെ.സി. പറയുന്നത്. അകത്തെ ദാരിദ്ര്യം പുറത്തു പറയുന്നത് എന്തിനാണോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നവർക്ക്. കേരളത്തിലോ കേന്ദ്രത്തിലോ അധികാരമില്ലാത്തതിനെ പരിമിതിയായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് കെ.സി. വേണുഗോപാൽ. ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്ന വിശദീകരണം സഹതാപം ഉണർത്താനുള്ളതല്ലാതെ പാർട്ടിയുടെ ദൗർബല്യവും നേതൃപരാജയവും മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. രാഷ്ട്രീയ ദിശാബോധവും ശക്തമായ സംഘടനയും ഇല്ലാത്ത അവസ്ഥയെ മറയ്ക്കാൻ സാമ്പത്തിക ക്ഷാമം ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിന്റെ കഴിവുകേട് തന്നെയാണെന്നാണ് അണിയറ വർത്തമാനം.